ചില്ല. ഹേമന്ത് ബ്രോ, എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ ഒരു റെയിനെ വരച്ചേരണം. ഒരു കീടിലെ റെയിനെ വരച്ചേരണം. ഒരു കീടിലെ റെയിന് ബ്രോയുടെ ഒരു റെയിനെ ഒരു അത്യാവശ്യം സൈസ് ഉണ്ടാവണം. ഫ്രെയിം ചെയ്ത് എനിക്ക് വെക്കണം. ഹേമന്ത് ബ്രോ എനിക്ക് ഒരെണ്ണം ചെയ്ത് ഹേമന്ത് ബ്രോ, എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ. ഹേമന്ത് ബ്രോ, എനിക്കെന്റെ ഗെയിമിംഗ് അല്ലാത്ത ഈ ചെറിയ റൂമിൽ വെക്കാൻ, ഇവിടെ വെക്കാൻ എനിക്ക് ഒരു ആന മുട്ട റേസിനെ ചെയ്ത് തരുമോ? ഹേമന്ത് ബ്രോ, ഇവിടെ വെക്കാൻ എനിക്ക് ഇവിടെ ഈ ലൈറ്റിന്റെ താഴെയല്ല സൈഡിലായാലും നമുക്കത് ആ കോഴ്സ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ വെക്കാനായിട്ട് ഒരു റേസിനെ ചെയ്ത് തരുമോ? പ്ലീസ് ഞാൻ ചെയ്യണേ. ലവ് യു. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാനാണോ? ഞാനല്ല, ഇത് വേറെ. ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഇതേ ഈ കണ്ടന്റ് കണ്ടില്ലല്ലോ പറയും പോലെ. അതെ, എനിക്ക് റാമും ഇത് കണ്ട നൈസ്, കൊള്ളാം. അടച്ചിട്ടിരിക്കട്ടെ ദൈവമേ, കരികാലം. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺമാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ്. ചന്ദ്രബോസ് കൊടുത്ത വഴി ഞാൻ പല ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ. ചന്ദ്രനാണ് അധോലോകം. ഏറ്റവും വലിയ മാഫിയ ചന്ദ്രബോസാണ്. അതെ, എന്നാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നത് ചന്ദ്രബോസാണ്. ഞാനൊക്കെ ശിശു. പച്ചക്കള്ളം സിറ്റി കേട്ടറിന് രണ്ടാഴ്ചക്ക് പുറത്തായി. ഇങ്ങേരിക്ക് 900 കോടി കയ്യിൽ നിന്നിട്ട് 100 കോടി തേക്കാൻ വേണ്ടിയിട്ട് 400 പേരെടുത്ത് ഇരന്ന ആളാണ് ഞാൻ. വെറും പാവം. എന്തിനത്? ആടാടാ ഇത്? പശുവാ ഇത്? ഈ കൊച്ചു വളർന്നില്ലേ? ഓ, ഇത് വളർന്ന് പൊന്നെ, ഇത് വിഴുങ്ങോ ഇത്? ഇനി നിന്നെ കളിയാക്കുന്നവർ നാളെ ഇന്ന് നിന്നെ കളിയാക്കുന്നവർ നാളെ നിന്നെ കളിയാക്കും. അതെന്ത് പറയും? എടാ, നീ ഹെയർ സ്ട്രെയിറ്റ് നല്ല ലുക്കായിരിക്കും.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡ്രോപ്പ് ഔട്ട് ആക്ക്. അവിടെ നിൽക്കി അടുത്ത സെമ്മോട്ട് ഇങ്ങോട്ട്. നല്ല മുടിയായിരുന്നു. എല്ലാരും എന്നോട് ചോദിക്കായിരുന്നു ബ്രോ ഹെയർ കെയർ സീക്രട്ട് പറഞ്ഞുതരുമോന്നൊക്കെ. അടുത്ത മാസം കട എൻഗേജ്മെന്റ് ആണ്. അത് കിടിലേർത്തറാ, ശരിയല്ലേ? കുഴപ്പമില്ല അച്ഛനെ, ശരിയാവണം. മുടിയൊക്കെ വളർന്ന സാധനമല്ല, ആകെ സെറ്റാ. വെയിറ്റ് ഫോർ ദ റിയാക്ഷൻ. The best dance choreography I have ever seen in the history of AGT. സീനടേ ജാതി വേറെ ലെവല് കേട്ടാ, അടിപൊളി. വേറൊരു നാട്ടിൽ പോയിട്ട് നമ്മുടെ പവർ കാണിക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയല്ലേ? W ബ്രദേഴ്സ്, നൈസ് 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 നൈസ്, സോ ഗുഡ് സോ ഗുഡ്. ഫ്യൂച്ചർ വീഡിയോഗ്രാഫേഴ്സ് ബി ലൈക്ക് എന്നാ. On the island, 20,000 bad bitches on fire. She make it clap. I got the strap, 21 gas. Feel like I'm savage. 21 bitches and none of them average. I'm just fucking like me a bad bitch. I don't give a fuck about niggas. I don't give a fuck about hoes. I don't give a fuck about your hoes. I don't give a fuck about your toes. Your hoes, your mad if you're trying to kill toes. Coming on the block with blocks, 20-inch blocks in the socks. എന്താ ഇത്? On that trivia shit. എന്താ ഇത്? On fire. She make it clap. I got the strap, 21 gas. അളിയ, ഈ എഡിറ്ററിനെ കിട്ടിയുണ്ടല്ലോ, ഈ ടീമിനെ കിട്ടിയ ഞാൻ സീനാവും. സ്മൂത്ത് അല്ലേ? യാ നൈസ്, രക്ഷയില്ല. മദർ ഗിവ്സ് ലവ്, ഫാദർ ഗിവ്സ് അണ്ടർസ്റ്റാൻഡിംഗ്. ഞാൻ ഇതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ കഴപ്പൊക്കെയാണ് കൂടുതലും. About wearing down your opponent. Here we go. He caught him flush. Superman punch. Reigns back on his feet. Spear. Whoa. Reigns is speared. Strowman off the stage. Closing in. Michael. Switch in music. John Cena was cutting around his shoulder. നല്ല രസമുണ്ടാ, കൊള്ളാം. ഇങ്ങനെയൊക്കെ എടുത്തറിയണം പിള്ളേരൊക്കെ, വലിച്ചു വാരി എടുത്ത് നേരെ കൊണ്ട് കായലിലെ കടല തോട്ടിലൊക്കെ എടുത്ത് അടിക്കണം. ഇങ്ങനെ എന്താ ഫ്ലോപ്സ് പ്ലസ് ഇൻസ്റ്റാ 360. എനിക്ക് അടുത്ത മേടിക്കുന്ന സാധനമാണ്. നോ 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 നോ, ഇത് ബ്രോ, ഇത് ഒറിജിനൽ ആണോ? ഇത് എന്റെ മോൻ, എന്ത് ക്വാളിറ്റിയോടാ അത്. അല്ലടാ, ഒന്നല്ല, എല്ലാം നമ്മളിങ്ങനെ പറക്കി വെച്ച് കൊടുക്കല്ലേ. നൈസ് കളർ കേടിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്, പക്ഷെ അതിന് നൈസ്. ആറ്റിപ്രാക്കൽ ജിമ്മി കൊടുക്കടേ, ഇവിടുത്തെ വലിയ ഗുണ്ടടാ. ആറ്റിപ്രാക്കൽ ജിമ്മി കൊണ്ടും കൊടുത്തും തന്നെ ഇവിടെ നിന്ന് ദുബായി പോയത്. ആണെങ്കിലൊക്കെ പോടാ അവരെ. മൗലിമണി ആറ്റിപ്രാക്കൽ ജിമ്മി. ഇത് കാലാഖില്ല, என்னுடைய கோட்டை.
ഇന്നിന്ന് കുട്ടികളെ തട്ടിയിട്ടേ ചെന്നിട്ടാകും. ഫുൾ പിയർ. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺ മാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ്. ചന്ദ്രൻ. ചന്ദ്രനാടാ. I think he's one of the most genius person today. ഇപ്പൊ പറയുന്ന പാസ്റ്റ് എന്നുണ്ടെങ്കിലും ഫ്യൂച്ചർ എന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെ നേതാക്കളില്ല, കഴിവുള്ള നേതാക്കളില്ല. ഇസ്ലാമോഫോബിയ, ഇസ്ലാം മോശമാണ്, ഇതെല്ലാം ഉണ്ടാക്കിയ ജൂതന്മാരാണ്, ജൂതന്മാരുടെ കളിയാണ്. ഞാൻ ഏതാണ്ടൊപ്പം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ മുഴുവൻ നടക്കുന്ന ജൂസിന്റെ കളിയാണ്. ഇപ്പൊ അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്ന, ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ജൂതന്മാരാണ്. അമാരുടെ കളിയാണ്. ഈ ലോകം ഭരിക്കുന്ന, ലോകം കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരാണ്. റോഡ് ചൈൽഡ് ഫാമിലിയിലാണ് കുറെ ഫാമിലി ഉണ്ട്, 13 ഫാമിലി ഉണ്ട്. അവരാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് അവരുടെ കളിയാണ് നടക്കുന്നത്, അല്ല വേറെ ആരുമല്ല. ജൂതന്മാർ ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. അവരാണ്, അവരുടെ കയ്യിലാണ് എല്ലാം, ബാങ്കിങ് എല്ലാം അവരുടെ കയ്യിലാണ്. വേൾഡ് പോയി അവരുടെ കൺട്രോളിലാണ്. ഇപ്പോൾ എപ്സ്റ്റൈൻ ഫൈൽസ് വന്നപ്പോൾ എല്ലാം മനസ്സിലാവുന്നത്. കാരണം ഈ ഇസ്രായേലായാലും അമേരിക്ക 2 ജൂതന്മാരുടെയാണ്. ഈ ജൂതന്മാർ ഹിറ്റ്ലറിനെ പറ്റി നിങ്ങൾ മോശമായിട്ട് പറയും. മുഴുവൻ ചരിത്രം തിരുത്തി എഴുതിക്കണം. ഹിറ്റ്ലർ മോശക്കാരനല്ല. ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ഞാൻ മരിക്കുമ്പോൾ കുറച്ച് ജൂതന്മാർ ബാക്കി വയ്ക്കേണ്ടി പറയാനില്ല. കോവിഡ് തന്നെ വരാൻ കാരണമല്ല. കോവിഡ് വന്ന് ഇവിടുത്തെ ആൾക്കാർ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഫാർമസി കമ്പനി എല്ലാം ജൂതന്മാരുടെ കയ്യിലാണ്. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. വയസ്സായ ആൾക്കാർ എത്ര പേര് വെച്ചിട്ട് വാക്സിൻ എടുത്തിട്ട് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് ഇതെല്ലാം തട്ടിപ്പാണ്. എനിക്ക് കോവിഡ് വന്നപ്പോൾ മനസ്സിലായി ഫാർമസി കമ്പനിക്കാരുടെ കളിയാണ്. ഇവർ അസുഖം കൊണ്ടുവന്ന് മരുന്ന് ഉണ്ടാക്കി കാശുണ്ടാക്കി ചെയ്യും. അല്ലാതെ ചൈനയും മറ്റൊന്നല്ല. ഇതെല്ലാം ഇവരുടെ കളിയാണ്, ബിസിനസ്. ഇവർ ഈ ഫാർമസി കമ്പനിക്കാർ എന്തൊക്കെ നടത്താൻ കാണിച്ചത്. പണ്ട് എത്ര അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് പല മെഡിസിനും പ്യുവറില്ല, കൺട്രോൾ ചെയ്യില്ല. പ്യുവർ ആയി കഴിഞ്ഞാൽ മരുന്ന് ആരും വാങ്ങിക്കില്ല. ഈ ഫാർമസി കമ്പനിക്കാരെ എന്തൊക്കെ ഉള്ളത്ര കാണിക്കുന്നത്, അഡിക്ഷൻ ഉണ്ടാക്കും. എൻ്റെ ആവശ്യം ഞാൻ ഉള്ളൊരു ഉള്ളോടെ പറയാൻ എനിക്ക് നിഷ്പക്ഷമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ആരുടെയും പ്രത്യേക സപ്പോർട്ട് വേണ്ട. ഇത് കൊറേ ഇതുണ്ടല്ലോ ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്ന. നെക്സ്റ്റ് വ്ളോഗ് എന്നാ അവരോട് ഉടനെ സൂൺ എത്രയൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ ഇടയ്ക്ക് കഴുകി മിനിക്ക് വെച്ചാൽ മതിയാ. ഒന്ന് റോഡിലിറക്കി ഒരു ചുറ്റണ്ടേ. ആ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി എടാ ഇതുപോലത്തെ 4 വണ്ടി വീടിന്റെ ഫ്രണ്ടിൽ കിടക്കണമെങ്കിൽ മിനിമം നമുക്കൊരു 10-15 കോടി ആസ്തിയെങ്കിലും വേണം. അല്ലെങ്കിൽ നമ്മൾ മുടിയും. ഇതിനൊക്കെ മേച്ച് ഈ 3 ആനയാണ്. ഇതിനെ നമ്മൾ 3 ആനയായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇതിനൊക്കെ നല്ല സർവീസ് കോസ്റ്റ് വരും. 3ന്റെ ഇൻഷുറൻസ്, 4ന്റെ ഇൻഷുറൻസ്, മെയിൻ്റെനൻസ്, ഇതിന്റെ പാർട്സ് ഒന്നും ജമ്മം ചെയ്താൽ കിട്ടൂല. അതിനു വേണ്ടി നല്ല കാശ് അങ്ങ് പോവും. പിന്നെ ഇതിനെ മേയിച്ച് നടക്കാൻ എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് വരും അല്ലേ? പാടാ. എടാ ലവി, ഞാനത് കാണില്ല. നിന്റെ സ്റ്റോറി പിന്നെ നോക്കാം. അടങ്ങ് നീ. കൊള്ളാം. കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് പാറ്റേൺ മാറും. നൈസ് ബ്രോ. ചന്ദ്ര കല്യാണ വ്ളോഗ് വരും ബ്രോ. നാളെ കല്യാണ തലേന്ന് വ്ളോഗ്. കല്യാണ വ്ളോഗ് ഉടനെ വരും. വെയിറ്റ് ഫോർ ദാറ്റ് വ്ളോഗ്. ഹാപ്പി വിഷു. നൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടത്. ഈ 3 കൂടെ ഉള്ളൂ. மயிலாட்டம்